ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തുന്നത് PW ബൾക്കി സെന്ററിന്റെ ഫീച്ചേഴ്സ് ആണ്. എങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് പേരിലേക്ക് ഈസിയായി നിങ്ങളുടെ വാട്സപ്പ് മെസ്സേജുകൾ, സന്ദേശങ്ങൾ അയക്കാം എന്നതാണ് ഈ വീഡിയോയിൽ പ്രധാനമായും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും. PW ബൾക്കി സെന്റർ, ഇതാണ് ആപ്ലിക്കേഷന്റെ പേര്. നിങ്ങൾക്ക് ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനെ ഒരുപാട് പേർക്ക് മെസ്സേജ് അയക്കാം എന്നുള്ളത് ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് കൂടുതലും ഡാറ്റകൾ നമ്മളുടെ കയ്യിൽ ലഭ്യമായത് എങ്ങനെയായിരിക്കും? മൊബൈൽ നമ്പർ എക്സൽ ഫോർമാറ്റിലായിരിക്കും അല്ലേ? അപ്പം ഇനി എക്സൽ ഫോർമാറ്റ് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഡൗൺലോഡ് സാമ്പിൾ എക്സൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്കൊരു എക്സൽ ഡൗൺലോഡ് ഓപ്ഷൻ ലഭിക്കും. ആ ഓപ്ഷൻ ന്യൂ ഫോൾഡർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് PW ബൾക്കി സെന്റർ എന്നൊരു ഫോൾഡർ നെയിം കൊടുക്കുക. കൊടുത്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് സാമ്പിൾ ഫയൽ അത് സേവ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ അവിടെ ആ ഫയല് സേവ് ആയി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ആ സേവ് ആയ ഫയല് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം വരുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ്. അപ്പം ഇവിടെ ആദ്യം മൊബൈൽ നമ്പർ, രണ്ടാമത് നെയിം ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ്. പക്ഷേ A1 B1 ഇതൊരിക്കലും നിങ്ങൾ ഡിലീറ്റ് ചെയ്യാനോ പറയാനോ പാടില്ല, കാരണം ഇതൊരു ഫോർമാറ്റ് ആണ്. ഓക്കെ, ഇതിന് താഴെയായി നിങ്ങൾ നമ്പർ കൊടുക്കുന്നു. ഉദാഹരണത്തിന് 987 ഓക്കെ. അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ ഓരോ നമ്പേഴ്സ് നിങ്ങളൊരു എത്രയാണ്, ഞാൻ ചുമ്മാ ഡ്രാഗ് ചെയ്ത് ഒരു 10 നമ്പർ ഇവിടെ ഞാൻ കൊടുത്തു. അതിനുശേഷം പേര് നെയിം 1, നെയിം 2. സോ നിങ്ങളിങ്ങനെ നിങ്ങളുടെ XYZ ഏത് നെയിമാണോ ആ നെയിമും ഇവിടെ നിങ്ങൾ കൊടുത്തു. ഓക്കെ, അപ്പം ചില നമ്പറുകളിൽ കേസ് വരും. എന്താണ് 984987654321 ഇങ്ങനെ ചില നമ്പറുകൾ വരാറുണ്ടല്ലേ? ഇങ്ങനെ ചില നമ്പറുകൾ വരാൻ നേരത്ത് അതായത് 10 നമ്പറിൽ കൂടുതൽ നമ്പർ ഇതിൽ കാണും. അതായത് 10 നമ്പറിൽ കൂടുതൽ ഇവിടെ ശ്രദ്ധിച്ചേ. അതായത് മുകളിൽ എല്ലായിടത്തും 10 നമ്പർ മാത്രമേ ഉള്ളൂ. ഇവിടെ കൺട്രി കോഡ് കാണും, ചിലപ്പോൾ കൺട്രി കോഡ് കാണില്ല. ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, അപ്പുറത്തെ ഒരു കോളത്തിൽ, ഏതെങ്കിലും ഒരു കോളത്തിൽ = എന്ന് ടൈപ്പ് ചെയ്യുക. റൈറ്റ്, RIGHT, റൈറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഏത് കോളത്തിന്റെ ആണോ നമ്പർ 10 നമ്പറായിട്ട് എടുക്കേണ്ട ആ കോളം സെലക്ട് ചെയ്യുക. അതിനുശേഷം 10 നമ്പറല്ലേ എടുക്കേണ്ട, 10 എന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അതായത് നിങ്ങൾക്ക് A2 ഈ ഒരു കോളത്തിലെ 10 നമ്പർ റൈറ്റിൽ നിന്ന് എടുക്കുമ്പോൾ 10 നമ്പർ. മൊബൈൽ നമ്പർ എപ്പോഴും റൈറ്റിൽ നിന്നല്ലേ ഫോർമാറ്റ് കൂടുതലും വരുന്നത്, ഫ്രണ്ടിൽ കൺട്രി കോഡല്ലേ വരുന്നത്. അപ്പം റൈറ്റിൽ നിന്ന് 10 നമ്പർ എടുക്കണം. അപ്പം നമ്മളിവിടെ കൊടുത്ത ഇക്വേഷൻ എന്താണ്? = റൈറ്റ്, അതിനുശേഷം A2 എന്ന കോളത്തിൽ നിന്ന് 10 നമ്പർ, കോമയിട്ട് 10 എന്ന് സെലക്ട് ചെയ്തു. ഇനി അതേ ഓപ്ഷൻ താഴോട്ട് ഡ്രാഗ് ചെയ്ത് ഇടുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ ഇത്രയും നമ്പർ ഉണ്ട്, പക്ഷെ ഇവിടെ 10 നമ്പർ മാത്രമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഈ രീതിയിൽ എല്ലാം 10 നമ്പർ അല്ല, നിങ്ങൾക്ക് കൺട്രി കോഡ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുക. അതിനുശേഷം ഇത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് പേസ്റ്റ് കൊടുക്കരുത്, പേസ്റ്റ് വാല്യൂസ് കൊടുക്കുക. ഇവിടെ നിങ്ങൾ വാല്യൂസ് കൊടുത്തപ്പോൾ മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് വാല്യൂസ് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഇക്വേഷൻസ് കൊടുത്താൽ ഇറർ ആകും.
അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇക്വേഷന്റെ റിസൾട്ട് അല്ലേ ഇത്, റൈറ്റ് A2 A10. അപ്പം ഇക്വേഷൻസ് വേറെ എടുത്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ എറർ ആവാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് ഇത് ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, അതിനുശേഷം ഇതെന്താ, ഇത് നമ്മളൊരു ട്രയൽ അല്ലേ ചെയ്യുന്നത്. എന്താണോ ട്രയലോ കോണ്ടാക്റ്റോ നിങ്ങൾ എന്താണോ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫോമാറ്റിലേക്ക് ഇത് സേവ് ചെയ്യുക. ഞാൻ എന്താ ട്രയൽ 1 എന്ന് ഞാൻ സേവ് ചെയ്യുന്നു. അതിനുശേഷം ഈ രണ്ട് ഇന്റർഫേസും ക്ലോസ് ചെയ്യുക. നമ്മളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അപ്ലോഡ് എക്സൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നമ്മൾ ട്രയൽ 1 എന്നുള്ള ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുക. സോ അത് ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമ്മൾ കൊടുത്ത എല്ലാ നെയിമും നമ്പേഴ്സും ഇവിടെ വന്ന് കഴിഞ്ഞു. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇതിന് കൺട്രി കോഡ് ആഡ് ചെയ്യുക. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്പറിനോടൊപ്പം ക്ലിക്ക് ചെയ്ത് ആഡ് കൺട്രി കോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് 91 ഇന്ത്യൻ നമ്പർ അല്ലേ 91 ടൈപ്പ് 00 ആവശ്യമില്ല, പ്ലസിന്റെ ആവശ്യമില്ല, 91 കൊടുക്കുക. ഇത് കൊടുത്തപ്പോൾ നോക്കൂ എല്ലാ നമ്പറിലും 91 വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്താ ബൾക്കായിട്ടുള്ള നമ്പർ എക്സൽ വഴി ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് മെസ്സേജ് 5 മെസ്സേജുകൾ ഇവിടെ ഉണ്ട്. അതായത് നമുക്ക് 5 ഡിഫറെന്റ് മെസ്സേജുകൾ ഒരേ ടൈമിൽ പല വ്യക്തികൾക്കോ ഒരേ ആൾക്കാർക്കോ 5 മെസ്സേജ് ഒരേ സമയം അയക്കാൻ സാധിക്കുന്നു ഇതുവഴി. അപ്പം മെസ്സേജ് 1 ഞാൻ അയച്ചു ഹായ്. നെയിം കൊണ്ടുവരാനുള്ള ഒരു ഫോർമാറ്റ് ഇതാണ്. നെയിം എന്ന് ടൈപ്പ് ചെയ്തു. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ നെയിമിൽ എന്താണോ നെയിം കൊടുത്തത് അത് വരും. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. അതിനുശേഷം മെസ്സേജ് 2 നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ, അത് മെസ്സേജ് 2, മെസ്സേജ് 3, മെസ്സേജ് 4, മെസ്സേജ് 5 ഒക്കെ ബൾക്കായിട്ട് 1000 പേർക്കൊക്കെ മെസ്സേജ് അയക്കാൻ നേരത്ത് വാട്സപ്പിനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാനാണ്. അതായത് വാട്സപ്പ് സെർവറിൽ നമ്മൾ കണ്ടിന്യൂസ് സോഫ്റ്റ്വെയർ അല്ല ചെയ്യുന്നതെന്ന് അറിയാനാണ് കൂടുതലും ഈ ഫീച്ചേഴ്സ് ഒക്കെ ഉപയോഗിച്ച് മെസ്സേജ് അയക്കുന്നത്. അതിനുശേഷം ആഡ് ഫയൽ കൊടുക്കുക. നിങ്ങൾക്കൊരു ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ഫയൽ കൊടുക്കുക. ആഡ് ഫയൽ കൊടുത്തതിന് ശേഷം ആഡ് ഫയൽ കൊടുത്തതിന് ശേഷം ആ ഇമേജിന്റെ അടിയിൽ തന്നെ മെസ്സേജ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ ആഡ് ക്യാപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾ ആ മെസ്സേജ് ഇവിടെ, അതായത് മെസ്സേജ് 1ന്റെ മെയിൻ ഇന്റർഫേസിലാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഹായ് നെയിം വാട്ടോ ഹായ് XYZ ഹാപ്പി ക്രിസ്മസ് എന്ന് വരും. മറിച്ച് ഇവിടെ ആഡ് ക്യാപ്ഷൻ വഴിയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ ഇമേജിന്റെ അടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചില ഇമേജുകൾ വരാൻ നേരത്തെ എന്താണ് ഇമേജിന്റെ അടിയിൽ ഗുഡ് ഓഫർ എന്ന് പറഞ്ഞ് ചേർന്ന് എഴുതി വരും. ആ രീതിയിൽ എഴുതുക. അപ്പൊ കൂടുതലും നിങ്ങൾ ഇമേജ് വെച്ചാണ് അയക്കുന്നതെങ്കിൽ ഈ ഒരു മെത്തേഡിൽ സേവ് ചെയ്യുന്നതാണ് നല്ലത്. അതിനുശേഷം ഡിലേ സെറ്റിംഗ് ശ്രദ്ധിക്കുക. 10 മുതൽ 20 സെക്കൻഡ് ഓരോ 10 മെസ്സേജിന് ശേഷം ഇത് നമുക്കായിട്ട് കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം സ്റ്റാർട്ട് ക്യാമ്പയിൻ കൊടുക്കുക. സ്റ്റാർട്ട് ക്യാമ്പയിൻ കൊടുക്കാൻ നേരത്ത് ഏത് നമ്പറിലാണോ നിങ്ങൾ മെസ്സേജ് അയക്കാൻ പ്ലാൻ ചെയ്തത് ആ നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ നിങ്ങൾക്ക് പ്രൊഫൈൽ ഇല്ലായിരിക്കാം, അത് ഞാൻ പറയാം. ക്ലോസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വഴി ഇവിടെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ആഡ് ഇവിടെ നിങ്ങൾ തുറക്കാൻ നേരത്ത് അക്കൗണ്ട്സ് ആഡ് ന്യൂ അക്കൗണ്ട് എന്ന് കാണിക്കും. ഇല്ലെങ്കിൽ ഇവിടെ പ്രൈമറി ആയിരിക്കും. ഡയറക്റ്റ് ഇവിടെ തന്നെ ലോഡ് കൊടുത്താൽ മതി. ഞാൻ ഓൾറെഡി ലോഡ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ആഡ് ന്യൂ അക്കൗണ്ട് കൊടുക്കുക. ട്രയൽ 1 ഞാൻ ഇപ്പോൾ വെറുതെ എഴുതുകയാണ്. ട്രയൽ 1 എന്ന് എഴുതുക, ആഡ് കൊടുക്കുക. അതിനുശേഷം അക്കൗണ്ട് ആഡ് സക്സസ്ഫുള്ളി
ഇവിടെ നിങ്ങൾ ഏത് വാട്സപ്പ് ആണോ സ്കാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വാട്സപ്പ് സ്കാൻ ചെയ്ത് നൽകേണ്ടതും ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എത്ര നമ്പർ വേണമെങ്കിലും ഇതിൽ ലോഗിൻ ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ക്യാമ്പയിനിലേക്ക് വരുന്നു. അതിനുശേഷം കണ്ടോ ട്രയൽ 1 എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. സേഫ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്പറിൽ ഓൾറെഡി ഉള്ള നമ്പറുകൾക്കാണ് സേഫ് മോഡ് വരുന്നത്. അൺസേഫ് മോഡ് നമ്മൾ സേവ് ചെയ്യാത്ത നമ്പർ ആണെങ്കിൽ അൺസേഫ് മോഡ്. ഇവിടെ നിങ്ങൾക്ക് ഉള്ളൊരു ഫീച്ചർ, ഇനി എക്സ്ട്രാ ഫീച്ചർ, നിങ്ങൾ ഒരു 5 നമ്പറാണ് ലോഗിൻ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് സൈപ്പ് അക്കൗണ്ട് ആഫ്റ്റർ 1. ഒരു മെസ്സേജ് കഴിയുമ്പോൾ അടുത്ത നമ്പറിൽ നിന്നായിരിക്കും അടുത്ത ആൾക്ക് മെസ്സേജ്. ഇപ്പൊ ആദ്യത്തെ നമ്പർ നെയിം 1-ന് ആദ്യത്തെ നമ്പറിൽ നിന്ന് മെസ്സേജ് പോയാൽ നെയിം 2-ന് രണ്ടാമത്തെ നമ്പറിൽ നിന്ന് പോകും. അതേ കണക്ക് 50. അപ്പൊ ഉദാഹരണത്തിന് 100 നമ്പർ ഉണ്ട് സൈപ്പ് ആഫ്റ്റർ 1 മെസ്സേജ് എന്ന് പറഞ്ഞാൽ 100 നമ്പറിനും 10 നമ്പറാണ് നമ്മളുടെ കയ്യിൽ ലോഗിൻ ചെയ്തേക്കുന്നതെങ്കിൽ ആദ്യത്തെ നമ്പറിന് 1 മെസ്സേജ്, ഒരു നമ്പർ നമ്മളുടെ സിം 1-ൽ നിന്ന് പോകും, സിം 2-ൽ നിന്ന് പോകും. അങ്ങനെ സിം 10 കഴിഞ്ഞ് 11-ാമത്തെ മെസ്സേജിന് അഗെയിൻ വീണ്ടും സിം 1-ലേക്ക് വരും. ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ബട്ട് ഇത് മാത്രം സെലക്ട് ചെയ്തില്ല എങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഏത് അക്കൗണ്ട് ആണോ സെലക്ട് ചെയ്തെങ്കിൽ അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മെസ്സേജ് സ്റ്റാർട്ട് നൗ എന്ന് കൊടുക്കാൻ വേണ്ടി ക്ലിക്ക് ടു ഇനിഷ്യേറ്റീവ് കൊടുക്കുമ്പം ഇവിടെ ഇനിഷ്യലൈസ് എന്ന് കാണിക്കും. നിങ്ങൾക്ക് സ്കാൻ്റെ ഓപ്ഷൻ, ഇവിടെ നിങ്ങൾക്ക് സ്കാൻ്റെ ഓപ്ഷൻ വരും. സ്കാൻ ചെയ്യുക, ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ മെസ്സേജുകളും സ്പോട്ടിൽ തന്നെ അയക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു ഓപ്ഷൻ കൂടി, നിങ്ങൾക്ക് ഇനി മെസ്സേജ് ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ഇവിടെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഏത് സമയത്ത് ആർക്ക് എങ്ങനെന്നുള്ളത് നമുക്കിതിൽ കാണാം. ബട്ട് കണ്ടീഷൻ ഉണ്ട്, മേക്ക് ഷുവർ യുവർ PC, നിങ്ങളുടെ സിസ്റ്റം ഷെഡ്യൂൾ ടൈമിൽ ഓൺ ആണെന്നും നമ്മളുടെ സോഫ്റ്റ്വെയർ നമ്മളുടെ ഷെഡ്യൂൾ 10 മിനിറ്റ് മുതലേ ഓൺ ആണെന്നുള്ള ഉറപ്പ് വരുത്തുക. Thank you for watching.